ചോറും പരിപ്പ് കറിയും പപ്പടവും പിന്നെ അച്ചാറും കൂട്ടിയിട്ടാണ് ഭക്ഷണം കഴിച്ചത്. പിന്നെ അത്താഴമൊക്കെ കഴിച്ച് നിസ്കാരവും ചെറിയ റെസ്റ്റൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇസു എണീച്ചിട്ടുണ്ട്. ഇസുവിന് മുട്ടയും രാവിലെ ഞാൻ പാലും ആണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇത് നട്ട്സൊക്കെ പൊടിച്ചിട്ടുണ്ടായില്ലേ, അതാണ് കേട്ടോ. അത് ഫസ്റ്റ് ഈ കുപ്പിയിലോട്ടിട്ട് അതിലേക്ക് പാൽ ഒഴിച്ച് ഞാൻ ഒരു സ്പൂൺ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അതിലേക്ക് ഒരു കപ്പ് പാൽ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ആൾക്കത് കറക്റ്റാണ്. അങ്ങനെ ഞാനതൊക്കെ ചെയ്ത് വന്നപ്പോഴേക്കും ഇസുനങ്ങ് ധൃതിയായിട്ടോ അങ്ങ് പാട്ടുപാടെല്ലാം തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പാലൂടിയൊക്കെ കഴിഞ്ഞിട്ട് ഓൾ മുട്ടയൊക്കെ കഴിച്ച് അങ്ങനെ ഇന്ന് ഓളെ ആധാർ എടുക്കാൻ വേണ്ടി പോണേന്ന് ഇസുവിന്. കാരണം അനിയനുള്ളത് കൊണ്ട് അനിയൻ്റെ കൂടെ ഞങ്ങൾ രണ്ടാളും പോയി. അടങ്ങി നിന്നിട്ടേ ഇല്ല. അങ്ങനെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പുരയിലെത്തിയപ്പോഴേക്കും ഉമ്മച്ചി പത്തിരിക്കുള്ള പരിപാടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ ഇതിൻ്റെ റെസിപ്പി പറയാൻ പറഞ്ഞിട്ടുണ്ടായില്ലേനോ. ഇത് നോർമൽ ചമ്മന്തിയാണ്, കാന്താരി ചമ്മന്തിയാണ് കേട്ടോ. തേങ്ങയും കാന്താരിയും ചെറിയുള്ളിയും മല്ലിച്ചപ്പും ഉപ്പും ഇട്ടിട്ട് നമ്മൾ പൊടിച്ചെടുക്കുക. എന്നിട്ട് ചെറിയ ബോളായിട്ടെടുത്ത് അത് കൈയും കൊണ്ട് തന്നെ പ്രസ് ചെയ്തിട്ടാണ് കേട്ടോ പരത്തുന്നത്. എന്നിട്ട് അത് നമ്മൾ എന്ത് ചെയ്യും, അതിൻ്റെ എഡ്ജൊന്ന് പരത്തിയെടുക്കും ഞെക്കിയിട്ട്. എന്നിട്ട് ജസ്റ്റ് അത് സ്റ്റീം ചെയ്യാണ് ചെയ്യുക. പുരയിൽ ഏകദേശം എത്തിയപ്പോഴേക്കും നേരമൊക്കെ വെക്കിയിട്ടുണ്ടായിരുന്നു. ഒരു 3 മണിയൊക്കെ ആവാനായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനും വെച്ചിട്ടിപ്പം കൂടിയിട്ട് ഇത് ഫില്ല് ചെയ്ത് കൊടുത്ത് അങ്ങനെ അത് സെറ്റായി. അത് കഴിഞ്ഞിട്ട് അനിയനാണിന്ന് ഫുഡ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞത് കേട്ടോ. അപ്പം അനിയൻ്റെ വക ഇന്ന് ബിരിയാണിയാണ്, അവൻ്റെ വക സ്പെഷ്യൽ ബിരിയാണിയാണ്. അതിന് ഫസ്റ്റ് തന്നെ ഉള്ളി നല്ലോണം ഫ്രൈ ചെയ്തെടുത്ത്, ഞങ്ങൾ ഹെൽപ്പിംഗ് ഹാൻഡ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അനിയനാണ് ഫുള്ള് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഈ ഉള്ളി പൊരിച്ചെടുത്തത് എന്തിനാണെന്നറിയോ, ഇത് വെച്ചിട്ടാണ് നമ്മൾ മാരിനേറ്റ് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ ആ മാരിനേറ്റിന് വേണ്ടിയിട്ട് മിക്സർ ജാറിലോട്ട് കേട്, തൻ്റെ പൊടി, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ജീരകത്തിൻ്റെ പൊടി, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പിന്നെ ഈ പൊരിച്ച ഉള്ളിയും കൂടി ഇട്ടിട്ട് നല്ല രീതിയിൽ അരച്ചെടുക്കണം. എന്നിട്ട് ഈ അരപ്പിലോട്ടാണ് നമ്മൾ മാരിനേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ ഉപ്പ് നോക്കണം. നേരത്തെ ഉള്ളി ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഞാൻ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതിൽ ഉപ്പ് കാണുമെന്ന് നോക്കിയിട്ട് ഉപ്പ് ആഡ് ചെയ്താൽ മതി കേട്ടോ. അങ്ങനെ ഇത് നല്ലോണം പിടിപ്പിച്ചതിന് ശേഷം ഒരു പൊട്ടാറ്റോ, 1-2 പൊട്ടാറ്റോ നന്നായിട്ട് അത്യാവശ്യം വലുപ്പത്തിൽ അരിഞ്ഞിട്ട് ഇതേ മാരിനേറ്റിൽ ആഡ് ചെയ്തിട്ട് മാരിനേറ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചോറ് റെഡിയാക്കാൻ വേണ്ടിയിട്ടാണ്. അതിന് വെള്ളം പാകത്തിനെടുത്തിട്ട്, അതായത് 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം എന്നുള്ള പോലെ എടുത്തിട്ട്, അതിൽ കൂടിയാലും കുഴപ്പമില്ല, ഊറ്റിക്കളയാനുള്ളതാണ്. അതിലേക്ക് ഉപ്പും ചെറുനാരങ്ങ നീരും ഇതാക്കുക. നേരത്തെ ഉള്ളി പൊരിച്ച ആ എണ്ണയെ തന്നെ ഈ നേരത്തെ മാരിനേറ്റ് ഇല്ലേ അതിടുക. ചോറ് 3/4 വേവിന് ഊറ്റണം. ഫ്രിഡ്ജ് പണി മുടക്കിയ പറഞ്ഞിട്ടുണ്ടായില്ലേ, അത് ചെക്ക് ചെയ്യാൻ ആൾ വന്നാട്ടോ. അതുമാത്രമല്ല വാഷിംഗ് മെഷീനും പണി മുടക്കിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു സമയം കൊണ്ട് അനിയന് ദമ്മിട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതെനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഞാൻ വിചാരിച്ചു ഓക്കെ കൊറിയൻ ക്രീം ബൺ ഉണ്ടാക്കാന്ന്. അതിലേക്ക് വേണ്ടത് ക്രീം ചീസ്, ബട്ടർ, പാല്. ഇത്ര പാല് വേണ്ട, പാല് കുറച്ച് കൂടിപ്പോയിട്ടുണ്ട്, ക്വാണ്ടിറ്റി കുറക്കുക. അതിലേക്ക് പഞ്ചസാര ഇട്ടിട്ട് നല്ലോണം കുറച്ച് തിക്കായിട്ടുള്ള കൺസിസ്റ്റൻസിയിൽ ഇതാക്കണം. പിന്നെ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ബണ്ണിങ്ങനെ നടുവിൽ വെച്ചിട്ട് കീറണം. ഈ ഒരു സ്പേസ് വേണം നമുക്ക്. ഇതിൻ്റെ ഉള്ളിലേക്കാണ് ക്രീം ഫില്ല് ചെയ്യേണ്ടത്. ഞാൻ 4 എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അതിലേക്ക് ഞാൻ എന്നിട്ട് നല്ലോണം ക്രീം ഫില്ല് ചെയ്ത് കൊടുത്ത്. ഇത് ഫുള്ള് ഹറിബറി ആയിട്ടോ, സമയം നല്ല ലേറ്റായി പോയിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ഇടയിൽ ഹസ്ബൻഡിൻ്റെ കോൾ വന്നിട്ടുണ്ടായി. അപ്പോൾ എല്ലാം കൂടി ആയിട്ട് ഭയങ്കര തിരക്കായപ്പോൾ കുറേ വീഡിയോസൊക്കെ മിസ് ഔട്ട് ആയിട്ടുണ്ട്. വീഡിയോ എടുക്കുന്ന ഫോണിൽ കോൾ വന്നുകൊണ്ടാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇത് ഡിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എഗ്ഗും ബട്ടറും ഈ കൊറിയാൻഡർ ലീഫും ഇതിൽ ഗാർലിക്കും കൂടി ഇടണം. എന്നിട്ട് കുറച്ച് ഉപ്പും അല്ലെങ്കിൽ പഞ്ചസാര ഓപ്ഷനിലാണ് ഏതെങ്കിലും അത് വെച്ചിട്ട് അത് ഡിപ്പ് ചെയ്തിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഇത് എങ്ങനെ വേണമെങ്കിൽ ബേക്കൊക്കെ ചെയ്യാം കേട്ടോ. ചെയ്യുമ്പോൾ ഇങ്ങനെ കമത്തി വെക്കേണ്ട, നേരെ വെച്ചിട്ട് അതൊന്ന് ഹീറ്റ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ബട്ടറൊക്കെ അലിഞ്ഞ് നല്ല ക്രിസ്പി ആയിട്ട് വരും. എന്നിട്ട് ഇത് ഞാൻ തിരിച്ച് മറിച്ചിട്ട് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കുകയാണ് ചെയ്തത്.
അത് കഴിഞ്ഞിട്ട് ഞാൻ നോക്കുമ്പോഴേക്കും അനിയന് വേഗം പൊരിക്കാനുള്ള പരിപാടികളൊക്കെ ചിക്കൻ പോപ്സും സമൂസയും ഉന്നക്കായാണ് ചെയ്യുന്നത്. ഇത് അടയാണ് കേട്ടോ, കണ്ടത് ഞാൻ പറഞ്ഞില്ലേ ഫ്രിഡ്ജ് കേടായത് കൊണ്ട് ഇതാകെ അമ്പിപ്പോയി. അപ്പോൾ ഇതെടുത്ത് പകുതി എടുത്തിട്ട് ഞാൻ ഉണ്ടാക്കി പൊരിച്ച്, അതും ഫ്ലോപ്പായി പോയിട്ടുണ്ട്. പിന്നെ ഇതൊക്കെയാണ് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. ചമ്മന്തിയുടെയും പത്തിരിയും കോഴിക്കറിയും ബിരിയാണിയും അങ്ങനെ എല്ലാം ഏകദേശം സെറ്റായി, കടികളും ഒക്കെ കേട്ടോ. ഇതാണ് കൊറിയൻ മണ്ണ് റെഡി ആയിട്ടുണ്ട്. പിന്നെ ഡ്രിങ്ക്സ് ആയിട്ട് ഞങ്ങൾ കസ്റ്റേർഡും വാട്ടർമെലൺ ജ്യൂസും ടാങ്കും പിന്നെ ഓട്സും ആണ് ഉണ്ടായിട്ടുള്ളത്. അങ്ങനെ നോമ്പിനേക്കുള്ള സാധനങ്ങളൊക്കെ ആയിട്ടോ. ഈ ചമ്മന്തിയടയിൽ ചിക്കൻ കറി, തേങ്ങ അരച്ച ചിക്കൻ കറി കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. നോമ്പിന് ഞാൻ വെള്ളമാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ അതാ ബാക്കിയുള്ള എല്ലാ വെള്ളങ്ങളും ഇവിടെ വെച്ച് ഗ്ലാസ്സിൽ ഒഴിച്ച് തന്ന്. പിന്നെ ബിരിയാണിയും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഹറിബറി ആയിട്ടാണെങ്കിലും എല്ലാ ഡിഷസും അൽഹംദുലില്ലാ റെഡിയായി. അങ്ങനെ നോമ്പ് ഹൈറായി. അപ്പോൾ അത്രയേ ഉള്ളൂ.